നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2022 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഫസ്റ്റ് സ്റ്റേജിന്റെ മൂന്നാമത്തെ ചോദ്യം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിന്റെ സംയോജനത്തെ കുറിച്ചുള്ള വസ്തുതകൾ ഇതായിരുന്നു ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശരി എന്നുള്ളതാണ് ചോദ്യം വന്നിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഏത് സെക്ഷനിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഐക്യ കേരളത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഐക്യ കേരളത്തിൽ നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം ഒന്ന് വായിക്കാം. അതിനുശേഷം കേരള ചരിത്രത്തിൽ അധ്യായം 28 തിരുവിതാംകൂറും കൊച്ചിയും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. 1, 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസാക്കി. 2, കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലില് തൃച്ചൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. 3, 1949 ജൂലൈ 1 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നു. 4, 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായിട്ടുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ കേരള സംസ്ഥാനത്തിലേക്ക് ഉൾപ്പെടുത്തി. ഈ 4 സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്റർ നോക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മലയാളികളുടെ ചിരകാല അഭിലാഷത്തിന്റെ സാക്ഷാത്കാരമായിട്ട് 1956 നവംബർ 1 തീയതിയാണ് നമ്മുടെ കേരളം രൂപം കൊണ്ടത്. ഇതറിയാൻ വേദനായിട്ട് ആരുമില്ല അല്ലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. തിരുവിതാംകൂറില് നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ചോദിക്കാറുണ്ട്. 1988 ആണ്. ഇന്ത്യയില് രണ്ടാമതായിട്ട് ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യവും തിരുവിതാംകൂർ ആണ്. അതുപോലെ തന്നെ മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഏതായിരുന്നു? മദ്രാസ് നിയമനിർമ്മാണ സഭയായിരുന്നു. ആണല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം. നമ്മളിവിടെ ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ്. ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? കെ കേളപ്പനാണ്. അത് ചോദിച്ചിട്ടുണ്ട്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചിട്ടാണ്. ഓക്കെ. അതുപോലെ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1949 ജൂലൈ 1 അല്ലെ. അതിവിടെ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ജൂലൈ 1 1949 തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത്. സ്ഥിരം ചോദ്യം. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ മാസം 1 തീയതിയാണ്. തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ രാജ്യപ്രമുഖ ആരായിരുന്നു? രാജപ്രമുഖ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു. ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് ശേഷം ആ ഒരു സംസ്ഥാനം രൂപം കൊണ്ടല്ലോ, അന്നത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നു പറവൂർ TK നാരായണപിള്ള അല്ലെ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ശ്രദ്ധിച്ചോ. അപ്പം ഐക്യ കേരള സ്ഥാപനത്തിന് അനുകൂലമായിട്ടാണ് പൊതുജനാഭിപ്രായം വന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ കേരളത്തെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിങ്ങനെ 3 ഭരണഘടകങ്ങളായി വിഭജിച്ചെന്ന് ആ വിധം ഒരു സംസ്ഥാനം ഉണ്ടാകുന്നതിന് വലിയ രീതിയിലുള്ള പ്രതിബന്ധമായിട്ട് നിലകൊണ്ടു. പോരെങ്കിൽ മലയാളം ബഹുജന ഭാഷയായിട്ടുള്ള കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ തെക്കൻ കാനറ ജില്ലയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അന്ന് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം ചേർത്തിട്ട് ഐക്യ കേരളം നേടിയെടുക്കാൻ രൂപം കൊണ്ട ജനകീയ പ്രസ്ഥാനത്തെ കുറിച്ചാണ് താഴോട്ട് നമ്മൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. നോക്കിക്കേ. ഐക്യ കേരളത്തെ ആസ്പദമാക്കി ആദ്യകാലത്തുണ്ടായ പ്രമേയങ്ങളിൽ ഒന്ന് ഏതാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1928 ഏപ്രിലില് എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം. ഓക്കെ. അതിനകത്താണ് ആദ്യമായിട്ട് എന്ത് വരുന്നത്? ഐക്യ കേരളം എന്ന ആശയം മുന്നിലേക്ക് വരുന്നത്. എന്താണ് ഐക്യ കേരളം എന്ന് പറഞ്ഞ ആശയം മുന്നിലേക്ക് വരുന്നത്? 1928 ഏപ്രിലിൽ എറണാകുളത്ത് കൂടിയ നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിലായിരുന്നു. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതിന് അധ്യക്ഷൻ കെ കേളപ്പനാണെന്നുള്ള സംശയമൊന്നും ഇല്ലല്ലോ. നോക്കിക്കേ.
സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം 1928 മെയ്യില് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കുകയുണ്ടായി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, 1928 മെയ്യിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പയ്യന്നൂരിലെ രാഷ്ട്രീയ സമ്മേളനം കേരള പ്രത്യേക പ്രവിശ്യ രൂപീകരിക്കാനുള്ള പ്രമേയം പാസ്സാക്കി. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. നമുക്കൊന്നുകൂടെ നോക്കാതെ എന്താ പറഞ്ഞത്, ഓൾറെഡി ഇങ്ങനെ ഒരു ആശയം വന്നത് 1928 അങ്ങനെ ഈ ഒരു ആശയം എറണാകുളത്ത് കൂടി നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ വന്നപ്പം കോൺഗ്രസിനോട് ഇതിനു വേണ്ടിയിട്ട്, അതായത് കേരളത്തിലെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രമേയം 1928 മെയ്യില് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ വെച്ചിട്ട് എവിടെ വെച്ച് നടന്നു? പയ്യന്നൂര് വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കി. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. ബാക്കി നോക്കുക. 1921 മുതൽ, അതായത് 1921 മുതൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂടിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനങ്ങളെല്ലാം കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഒരു പൊതുവേദിയിൽ ഒത്തുചേരാനും ഐക്യ കേരളത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാനും ഒക്കെ സന്ദർഭം നൽകിയിരുന്നു. ഇനി നോക്കിയേ, 1940 ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തി സുനിശ്ചിതമായപ്പം ഐക്യ കേരള പ്രസ്ഥാനത്തിനും ശക്തി വർദ്ധിച്ചു. അപ്പൊ ഏകദേശം സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഉറപ്പായപ്പം ഐക്യ കേരളം വേണമെന്നുള്ള ആശയം മുന്നിലോട്ട് കുറച്ചുകൂടെ ശക്തിയായിട്ട് വന്നു. 1946 ജൂലൈ 29 കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തില് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർത്ത് വൈകാതെ തന്നെ കേരള സംസ്ഥാനം രൂപവത്കരിക്കുന്നതിന് അനുകൂലമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. 1946 ജൂലൈ 29 കൊച്ചിയിലെ കേരളവർമ്മ മഹാരാജാവ് കൊച്ചി നിയമസഭയ്ക്ക് അയച്ച ഒരു സന്ദേശത്തിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐക്യ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് ഒരു സബ് കമ്മിറ്റിയെ ഏർപ്പെടുത്തി. ഈ കമ്മിറ്റി 1946 ഒടുവിൽ KP കേശവമേനോന്റെ അധ്യക്ഷതയിൽ ചെറുതുരുത്തിയിൽ വെച്ച് കൂടിയാലോചിക്കുകയും കാലേ കൂട്ടി ഒരു ഐക്യ കേരള സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് 1947 ഏപ്രിലിൽ തൃശൂരിൽ വെച്ചിട്ട് K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനം. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, K. കേളപ്പന്റെ അധ്യക്ഷതയിൽ 1947 ഏപ്രിലിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മയെ സന്ദർശിച്ച് ബ്രിട്ടീഷ് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവ ഉൾപ്പെടുന്ന ഐക്യ കേരള സംസ്ഥാനം സ്ഥാപിക്കുന്നതിന് അനുകൂലമായി സംസാരിച്ചു. ബാക്കി നോക്കിയാൽ അപ്പം കൂടി എന്നുള്ളത് ഉറപ്പായി. 1947 ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. അന്നോളം കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ സമ്മേളനത്തെക്കാളും കൂടുതൽ പ്രാതിനിധ്യ സ്വഭാവം എന്തിനുണ്ടായിരുന്നു? എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചി മഹാരാജാവ് സമ്മേളനത്തിൽ നേരിട്ട് വരികയും ഐക്യ കേരളത്തിന്റെ സ്ഥാപനത്തെ അനുകൂലിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ഐക്യ കേരളം കാല വിളംബമന്യേ സ്ഥാപിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെടുകയും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാരിലൊരാളായിട്ട് E. മൊയ്തു മൗലവി ആയിരുന്നു ഈ പ്രമേയം അവതരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആണേ. നോക്കി, പ്രമേയം പ്രയോഗത്തിൽ കൊണ്ടുവരാനായിട്ട് 100 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥിരം സമിതിയെയും യോഗം തെരഞ്ഞെടുത്തു. ഐക്യ കേരള സ്ഥാപനത്തെ ത്വരിതപ്പെടുത്താൻ 1949 ഫെബ്രുവരിയിൽ ആലുവയിലും നവംബറിൽ പാലക്കാട്ടും, അതായത് 49 ഫെബ്രുവരിയിൽ ആലുവയിലും നവംബറിൽ 49 നവംബറിൽ പാലക്കാട്ടും ഇങ്ങനത്തെ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട സമ്മേളനങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയായിട്ട് വന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു. അതെല്ലാവർക്കും അറിയാം, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് 49 ജൂലൈ 1 ഇനി നോക്കിക്കേ, ബാക്കി കൂടെ അങ്ങ് പറയാം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം ഇവിടെ ഡേറ്റ് ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് സ്റ്റേറ്റ് മിനിസ്ട്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തില് നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിനും സംയോജനത്തിനും വേണ്ടി സ്വീകരിച്ച നയപദ്ധതികൾ വൈകാതെ കണ്ടുള്ള ഐക്യ കേരള സ്ഥാപനത്തിന് പ്രോത്സാഹനമാവുകയും 49 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കപ്പെടുകയും അങ്ങനെ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം ജന്മമെടുക്കുകയും ചെയ്തു. ഐക്യ കേരളം സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനത്തെ ക്രിയാത്മകമായി സഹായിച്ച ആദ്യത്തെ നടപടി ഏതാണ്? ഈ തിരുവിതാംകൂർ കൊച്ചി സംയോജനമായിരുന്നു. ശുഭകരമായ ഒരു അന്തരീക്ഷത്തിൽ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാർ സംയോജന പ്രമാണത്തിൽ സന്തോഷപൂർവ്വം തുല്യം ചാർത്തി. തിരുവിതാംകൂർ മഹാരാജാവ് പുതിയ സംസ്ഥാനത്തിന്റെ രാജപ്രമുഖനായി. ആരായിരുന്നു രാജപ്രമുഖൻ എന്ന് നമ്മൾ പറഞ്ഞു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു അന്നത്തെ. കൊച്ചി മഹാരാജാവാകട്ടെ സ്വന്തം പ്രജകൾക്ക് കൂടുതൽ വിശാലമായ ഒരു ജീവിതം കൈവരാൻ വേണ്ടി സമസ്ത അവകാശങ്ങളും ത്യജിക്കാൻ സ്വയം സന്നദ്ധനായി. ഇരു രാജ്യങ്ങളിലെയും നിയമസഭകളും മന്ത്രിസഭകളും ഏകോപിച്ച
പുതിയ സംസ്ഥാനത്തിന്റെ നിയമസഭയും മന്ത്രിസഭയുമായി തീർന്നു. ആദ്യത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ ടി കെ നാരായണപിള്ള. അവസാനത്തതും കൂടെ പഠിച്ചു വെക്കുക, പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ, നോക്കിക്കേ, സംയോജനം നടക്കുമ്പോൾ ടി കെ നാരായണപിള്ളയായിരുന്നു തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ തന്നെ നേതൃത്വത്തിലായിരുന്നു തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ. ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരിൽ ചിലർ മാറിക്കൊണ്ടിരുന്നെങ്കിലും ഈ മന്ത്രിസഭ 1951 വരെ അധികാരത്തിൽ തുടർന്നു. കോൺഗ്രസ് സംഘടനയിൽ പിളർപ്പുണ്ടാവുകയാൽ 1951 ഫെബ്രുവരിയിൽ മന്ത്രിസഭ രാജിവെച്ചു. തുടർന്ന് ആര് വന്നു? സി കേശവൻ മുഖ്യമന്ത്രിയായിട്ടുള്ള മന്ത്രിസഭ ഒരു ഹ്രസ്വകാലത്തേക്ക് ഭരണം നടത്തി. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കുക. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അറിയേണ്ടത്. അവിടെയാണ് സംശയം വരുന്നത്. എന്തുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്പർ 4 ശരിയാണോ തെറ്റാണോ, തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, കേരള സംസ്ഥാനത്തിന്റെ പിറവി എന്ന് പറയുന്ന സെക്ഷനകത്ത് തിരുവിതാംകൂർ കൊച്ചിയിൽ പ്രസിഡന്റ് ഭരണം നിലവിലിരിക്കുമ്പോഴാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം ഉണ്ടാവുന്നത്. തിരുവിതാംകൂർ കൊച്ചി ആരുടെ അണ്ടറിലാണ്? പ്രസിഡന്റ് ഭരണം നടക്കുമ്പോഴാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം വന്നത്. അങ്ങനെ 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂർ കൊച്ചിയിൽ നിന്ന് വേർപെടുത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? മദിരാശി സംസ്ഥാനത്തോട് ചേർത്തു. ശേഷിച്ച തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തോട് മലബാർ ജില്ലയും തെക്കൻ കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ചേർക്കപ്പെട്ടു. അങ്ങനെ 1956 നവംബർ 1-ാം തീയതി ഐക്യ കേരളം ഒരു യാഥാർത്ഥ്യമായിട്ട് തീർന്നു. സംസ്ഥാനത്തിന്റെ തലവനായ രാജപ്രമുഖന് പകരം ആര് വന്നു? ഗവർണർ വന്നപ്പോൾ കേരളത്തിൽ നിന്നും അതോടുകൂടി രാജവാഴ്ച നിന്നു. അപ്പൊ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം തിരുവിതാംകൂറിലെ 4 തെക്കൻ താലൂക്കുകളായിട്ടുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നിവ കേരള സംസ്ഥാനത്തോട് ഉൾപ്പെടുത്തി. ഇത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം, തെറ്റാണ്. എന്താ തെറ്റാവാൻ കാരണം? ഇത് മദിരാശിയോടാണ് ഉൾപ്പെടുത്തിയത്. അപ്പൊ എക്സ്ട്രാ പഠിക്കേണ്ടത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ 4 തെക്കൻ താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിന്റെ ഒരു ഭാഗവും തിരുവിതാംകൂറിൽ നിന്ന് വേർപെടുത്തി, കൊച്ചിയിൽ നിന്ന് വേർപെടുത്തിയിട്ട് അത് മദ്രാസിനോട് ചേർത്തു. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് ആൻസർ വരുന്ന ഏതായിരിക്കും? 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ കേരള സംയോജനവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ. എങ്കിലും ഈ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.